നിനക്ക് ഇതെന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതങ്ങനെ തോക്കിനകത്ത് കയറി വെടിവെച്ചോണ്ടിരിക്കല്ലായിരുന്നോ നീ? എന്താ ഇത്? ഇതുവരെ നിങ്ങളുടെ വഴക്ക് തീർന്നില്ലേ? എല്ലാം തീർന്നു. അന്തരീക്ഷം പരമാവധി ശാന്തം. ഇനി നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം. എന്തു പറ്റി? മനസ്സ് മാറിയോ? പത്മയുടെ ഇഷ്ടം ഹോട്ടലിൽ പോണെന്നല്ലേ? നിങ്ങൾ വഴക്ക് കൂടണ്ടെന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചല്ലേ. ആഹാരം ഇവിടെ മതി. അയ്യോ, അത് വേണ്ട. ഞാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. എത്രയും വേഗം ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാൻ എന്റെ മനസ്സ് വെമ്പുകയാണ്. എന്റെ ഇഷ്ടമാണ് ശ്യാമിന്റെ ഇഷ്ടം പറഞ്ഞതോ? അതെ അതെ, ഇഷ്ടം ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ചില പ്രത്യേക ഗുരുതരാവസ്ഥയിൽ ചിക്കൻ സൂപ്പ് റെഡി. ആർക്കാ ചിക്കൻ സൂപ്പ്? നീ വന്നേ, നീ വന്നേ. പിന്നെ ഈ നമ്മളെ പുറത്തു പോവാൻ പ്ലാൻ ഇട്ടതുണ്ട്. പിന്നെ ഈ ചിക്കൻ സൂപ്പ് ഇവനുമല്ല. ഇവനെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി ചിക്കൻ സൂപ്പേ കഴിക്കൂ. ഇനി അഭിപ്രായം മാറത്തില്ലല്ലോ? ഇല്ല, മാറില്ല. പിന്നെ സമയം ഞാൻ വേഷം മാറിയിട്ട് വരാം. ഭയങ്കര തലവേദന ഇവന്. ആണോ? ആശുപത്രി കൊണ്ടുവരാം. ആന്റി, ആന്റി എന്റെ ഡ്രസ്സൊക്കെ എവിടെ? എന്തിനാ അവിടെ ഒട്ടി നിൽക്കുന്നത്? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ പോണില്ല. താങ്ക് യു. ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. സംശയമുണ്ടോ? എവിടെ പോയാലും എന്റെ ഇന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ? പോയിട്ട് വാ. ഓക്കെ, ബൈ. പിന്നെ I am also ready. It's beautiful. Fantastic. 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്. ഞാൻ ഇവനോടൊരു കാര്യം പറഞ്ഞിട്ട് പുറത്തു വരാം. പറഞ്ഞാലും തീരുന്നില്ലേ? 5 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. വന്നില്ല ഞാൻ പോവും. ബ്യൂട്ടിഫുൾ ഡ്രസ്. പൊന്നളിയാ, ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും നീ ഹിന്ദുവിനെ കൂട്ടി എവിടെയെങ്കിലും പോണം. ഞാൻ വിളിച്ചാ വരുവോളിയാ? അതൊക്കെ നിന്റെ മിടുക്ക്. എന്റെ സുഹൃത്തെന്നല്ലേ നീ അവളെ ഡിന്നറിന് വിളിക്കണം. എന്നോട് സ്നേഹം കൊണ്ട് അവൾ നിന്റെ കൂടെ വരും. അറിയാ, ഞാൻ പറഞ്ഞ. അയ്യോ, ശ്യാം ഇതുവരെ പോയില്ലേ? ശ്യാം തിരിച്ചു വരുന്നത് വരെ ഐ വിൽ നോട്ട് ഹാവ് മൈ ഡിന്നർ. ഓ, സോ സ്വീറ്റ് ഓഫ് യു ഡിയർ. വസന്തരാവിന്റെ വാതിൽ തുറന്നു വരും മലർ കിളിയേ, ഒന്ന് പോടാ മലർ കിളിയേ ഒന്ന്. ഈ പാട്ടിനാണ് കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഗായകനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അനിൽ പാടും? കൊള്ളാം, പാടുവന്ന. ഇന്ദുവിന് പാട്ട് ഇഷ്ടമാണ്? വളരെ. അങ്ങനെയാണെങ്കിൽ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം. എന്താണ് അഭിപ്രായം? എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ ആവില്ല. ഇന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധ്യയിൽ തനിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ദു വരണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ തോന്നിയതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിക്കില്ല എന്നാണ്? അല്ല, അനിലിനെ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു ഇന്ദു, താങ്ക് യു. ചെല്ലു, ഡ്രസ് ചേഞ്ച് ചെയ്യൂ. ബൈ, ഗോയിങ്. അയ്യോ, അമ്മ എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവാണ്. എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മായി, ഇതൊരു പിള്ളേര് കളിയായി കണക്കാക്കി കൂടെ? കളി കാര്യമാകുന്നതിന് മുമ്പേ എനിക്ക് ഇവിടുന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടും. അയ്യോ അമ്മായി, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. എന്താ ഇത്ര അതിശയം? അമ്മായി, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈവിട്ട് പോകരുത് അമ്മായി. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോകും. മാറി മാറി തോന്നി പൊയ്ക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ പറയാം. നീ ആര്? അത് തന്നെ. അമ്മായി ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മായി അങ്ങോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോകില്ല. അതിനെ വേറെ ആളെ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോന്ന്. ഒന്നും പറയാൻ ആളൊന്നും. ശ്യാമ എവിടെ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എലീന വരുമെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു? ഫ്ലൈറ്റിന്റെ സമയം മാറി വിവരം ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോ മറന്നു കാണും. നോ 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 നോ, ഒരിക്കലും അവനങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എലീന, എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. അനിലിന്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു.
അടുക്കുമ്പോഴല്ലേ ആഴം അറിയൂ. ഓക്കെ, ശ്യാം വന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിടുന്ന ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. പക്ഷെ ഇവിടെ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അതല്ല അനിലിന്റെ ഇഷ്ടം. ശരി, എന്നാലും ഇനി ഒട്ടും താമസിക്കണ്ട. ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട്. ഓക്കെ, ഈ മുറി വേണ്ട, ആ മുറിയിലോട്ട് പോയിക്കോളൂ. വൈ? എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ഈ മുറിയിലുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു. ആ പോവാം. നമുക്ക് ഏത് റെസ്റ്റോറന്റിൽ പോകാം? അതിപ്പോ എന്തും ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും നമുക്ക് പോവാം. ആരുടെ ബാഗ്? ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലാ ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ലേഡീസ് ബാഗ്? ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല, ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെന്റ്സ് ബാഗാണ്. കണ്ടാ പറയത്തില്ലല്ലേ? ഹൗ ഇസ് മൈ ഡ്രസ്? ഡ്രസ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു സ്കാർഫ് കിട്ടിയാലോ? നന്നായിരിക്കും, ബ്യൂട്ടിഫുൾ. സമയമില്ല, നമുക്ക് ഉടനെ പോണം. ജസ്റ്റ് എ മിനിറ്റ്. വേഗം വരണം, ഉടനെ പോണം. റെഡി? ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്റെ ബാഗ് എന്തിനാ കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇത് ലീനയുടെ ബാഗ്, ഇതിന്റെ സൗന്ദര്യം ഞാൻ നോക്കിയത്. നോക്കൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബാഗ്. ഇതേതാ ബാഗ്? ഇത് ബാഗ്, ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗാണ്, ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. ഇപ്പോഴാണ് മനസ്സിലായി ഈ ബാഗ് അല്ല, ഈ ബാഗാണ് എന്റെ ബാഗ് എന്ന്. ഇതാണ് ബാഗ്, എന്റെ ബാഗ്. ആകെ അബദ്ധം തന്നെ. അതെ അതെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗ് ഇത് പിടിക്കട്ടെ. കമോൺ. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു? ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം? ദയവ് ചെയ്ത് പറയണം. പിന്നെ രണ്ടുപേര് പോയി. അല്ല, രണ്ടുപേര് ഇപ്പൊ പോകുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോയ വരെ എന്താണെന്ന് ചെയ്തു, അതിനെപ്പറ്റി അറിയേണ്ട കാര്യം എനിക്കില്ല. ലീന വരൂ. ഐ എം റെഡി. ഞാനൊന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ, പ്ലീസ്. ഡോണ്ട് ബി സിലി പത്മ, ഞാൻ പറയുന്നത് ശ്യാമിൽ എന്നെക്കാൾ വലുത് ആ ഫോൺ തന്നെയാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ? അത് ഇവിടെ ഇവിടെ ഒരു വല്ലാത്ത സ്മെല്ലല്ലേ? എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ ഒരു ദോഷമില്ല. ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ? നിന്റെ വരവും കാത്ത് കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും, എന്റെ എലി അല്ല എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഖയെ പോലെ എന്റെ അല്ല എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട. നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇന്ത്യയുടെ ആദ്യം അങ്ങോട്ട് കേൾക്ക്. തോക്കിനകത്ത് കയറി വെടിവെക്കരുത്, മറ്റവളുണ്ട് അറിയാതെ ഇവിടെ വന്ന് കയറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിൽ കിട്ടണം കഴിവരെ കൊണ്ടുവരാൻ. നീ അങ്ങോട്ട് എഴുന്നള്ളൊന്ന് പറഞ്ഞു തരണം. ആ പുല്ലേ ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി, ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ പറഞ്ഞാ. എന്നിട്ട് ഇന്ദു എവിടെ? ഇന്ദു അല്ല, എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഇന്ദുവായിട്ട് വരാൻ നിന്നപ്പോ എലീന വന്ന് കയറി, പിന്നെ അവളുമായിട്ട് പോന്നു. എന്നിട്ട് ഇന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ, ആ കൂടെ ചളവാകുവളിയാ. താങ്ക് യു. അളിയ, അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും അളിയ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പത്മയെ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്നുവിനെ പത്മയുടെ മുറിയിൽ നിന്ന് മാറ്റാൻ പറയണം. എങ്ങനെയെങ്കിലും അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. അവിടെ കാണുന്നില്ല. കാണും, നീ നോക്കാം. അയ്യോ, എന്റെ കൂടെ വന്ന ആളെവിടെ? ഇങ്ങോട്ട് വന്നില്ല. ടാക്സി.
Don't go. പത്മ പത്മ കുട്ടമ്മ വണ്ടി പറയൂടെ വണ്ടി എടുക്കും വണ്ടി നിർത്ത് വണ്ടി നിർത്ത് വണ്ടി എടുത്തു വണ്ടി നിർത്താൻ വണ്ടി എടുക്കാൻ ഡ്രൈവർ വണ്ടി എടുക്കും അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ വഴി ഇവിടെ ഇടത്തോട്ട് ഇടത്തോട്ട് എന്നിട്ട് അവരൊന്ന് ജീവിച്ചു. അയ്യോ എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് കുളിക്കണം. അയ്യോ അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ? എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. നീ തലക്ക് പിടി. നീ തല പിടി. തലക്ക് പിടിക്കാൻ എന്നെയല്ല തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ അയ്യോ I love you. I too. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. ദേ എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല നീ കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മായിക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. ഓക്കെ, ഫാൻ വർക്കിന്നില്ലെങ്കിൽ വേണ്ട. ദേ കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ. കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ല അളയാ. ഓ മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അളിയാ, ഗുഡ് ബൈ. നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായി അളിയാ, മതിയായി.
ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണല്ലയാ. നിത്യാബോധങ്ങളെ ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാൽ ഒരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്. അതായിരിക്കും ഇതിനും ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും. നാളെ കാലത്ത് എല്ലാം പിരിയും. പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മേന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ? ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. ഹലോ ഹലോ. പതുക്കെ, മറ്റുള്ളവര് കേൾക്കും. മറ്റുള്ളവരോ? ഇവിടിപ്പോ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവിടെ 3 ഉള്ളൂ. എന്നാലും അവിടെ അടുത്ത ഫ്ലാറ്റിലുള്ളവർ കേൾക്കണ്ടല്ലോ. രാത്രിയില് ഞാൻ ശ്യാമിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്യാമിന് എന്നോട് അശേഷം ആത്മാർത്ഥയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ക്ഷമിക്കില്ലേ? അത് പിന്നെ സംശയമുണ്ടോ? ഞാനത് അപ്പോഴേ ക്ഷമിച്ചില്ലേ? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫൈൻ മോർണിംഗ്. താങ്ക് യു. ആരേത്? ആരേത്? നിങ്ങൾ തമ്മില് പരിചയമില്ലല്ലേ? ഇത് അന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഫ്ലൈറ്റിന് സമയം ഞങ്ങളോട്ടെ. ശ്യാം, പരിചയപ്പെടുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് ഞാൻ മറന്നു. ഇത് പത്മ സുബ്രഹ്മണ്യം. ഞങ്ങളോട്ടെ. പരിചയപ്പെടുത്തൽ പൂർണ്ണമായില്ല. പത്മ സുബ്രഹ്മണ്യം ഈ വീടിനകത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാ ചോദിച്ചത്. ഇവിടെ അത് പറയാൻ മറന്നു. പത്മ ഒരു എയറോസ്റ്റസ് ആണ്. എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കോടെ. അല്ല് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എയറോസ്റ്റസ്. നിങ്ങൾ ഈ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ യൂണിഫോം ധരിക്കായിരുന്നു. അതെ അതെ, എയറോസ്റ്റസ് ആണെങ്കിൽ യൂണിഫോം വേണമല്ലോ. ഇപ്പൊ ക്ലാർക്കോ ബാങ്കിലോ ജോലിക്കാരാണെങ്കിൽ യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. പത്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമായി. അനിലിനെ കുട്ടി പരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇവർ ഈ വീട്ടിൽ എന്തിനു വന്നു? അനിലിന് ഇങ്ങനൊരു കാമുകനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. എവിടെ വെച്ച് പരിചയപ്പെട്ടു? അവിടെ വെച്ച് ഇവിടെ വെച്ച് തന്നെ. ശ്യാമം ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം? ശ്യാം, പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ശ്യാം എന്തുകൊണ്ട് ഈ കുട്ടിയെ വ്യക്തമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? എന്റെ ഭാഗവരനാണ് ശ്യാം. ശ്യാം എന്ന് മുതലാണ് നിങ്ങളുടെ ഭാഗവരനായത്. ഒത്തിരി നാളായല്ലോ. ഓഹോ, മിസ് പത്മ, ഒത്തിരി നാളായി നിങ്ങളുടെ ഭാവിവരനായി കഴിയുന്ന ശ്യാമിന്റെ ഭാവി വധുവായിരുന്നു ഇന്നലെ വരെ ഞാൻ. അതെ, പിന്നെ ഇവിടെ എന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. അതെ, പിന്നെ ഇവൾ പിന്നെ അനിലിന്റെ കാമുകിയായപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. ഈ പരിചയപ്പെട്ട ഇന്നലെ ആണെങ്കിലും പ്രേമം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതാണല്ലോ പ്രശ്നം. അതെ, അത് ശരി. രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അനിലിനെ എലീനെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് തന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ പത്മ എന്റേത് മാത്രമാണ്, എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി. നിങ്ങൾ മാത്രം. സത്യം, സത്യം. ശ്യാം, എന്താ ഇത്? ആരാ ഇതൊക്കെ? എന്നാ പിന്നെ ഞാനും കൂടെ വരണ്ട. അങ്ങനെ കഥയുടെ ക്ലൈമാക്സും തുടങ്ങി. എനിക്ക് ശ്രീകുട്ടി ഒന്ന് അത്യാവശ്യം. നിങ്ങളാരാ? എന്റെ പേര് ശ്യാം. ഞാൻ ശ്രീകുട്ടിയുടെ. അവള് 8 മണിയുടെ ഫ്ലൈറ്റിന് പോയി. നിങ്ങൾക്ക് തരാനായിട്ട് ഒരു എഴുത്തിവിടെ തന്നിട്ടുണ്ട്. ഏട്ടനെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ.
തുളസേട്ടനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഏട്ടനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സുന്ദരികളായ കുറെ കാമുകിമാരുണ്ടല്ലോ, അവരോടൊത്ത് ഏട്ടൻ സുഖമായി ജീവിക്കുക. ആളപ്പാടെ കുഴപ്പമായി. ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. അതിന്റെ അപ്പുറത്താണ് വണ്ടിയുടെ ഉടമസ്ഥന്റെ വീട്. അയാൾ എന്റെ തള്ളക്ക് വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. ശ്രീകുട്ടി 8 മണിയുടെ ഫ്ലൈറ്റിൽ പോകും. ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അണ്ണാ എനിക്കൊരു 5 മിനിറ്റ് വരും. ഞാൻ നല്ല സ്മാർട്ട് വണ്ടി കൊണ്ടുവരാം. നീ വാ, അണ്ണൻ കൂടെ വാ. Excuse me, Trivandrum flight where? പോയല്ലോ ജസ്റ്റ് ശ്രീകുട്ടി, ഐ എം സോറി. അണ്ണന്റെ കള്ളക്കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ മുല്ല കമ്പനി അവസാനിപ്പിക്കണം. എനിക്ക് എന്റെ തടി ചെയ്തേക്കാൻ വയ്യ. നീ ആ മോനെ അങ്ങോട്ട് വരും. ഇത് വെച്ചാണല്ലോ നിന്റെ കൊലച്ച പരിപാടികളൊക്കെ. ആ ഒരു ആ കൈ ഒന്ന് നീട്ടി. നീട്ട് ഇങ്ങോട്ടിട്ട് പറ. നീ ഐശ്വര്യമായിട്ട് കാറിലോട്ടൊന്ന് കയറിയാ. ഒരു കാരം ഉണ്ടെങ്കിൽ വണ്ടിയുടെ മുമ്പ് കെട്ടായിരുന്നു. ഇതെങ്ങനെ ഇത് തുറക്കുന്നത്? അത് തുറന്നാ മതി. ആ മുമ്പ് കയറിയുന്നാട്ടെ. ഇതെങ്ങനെ? അയ്യോ അണ്ണാ കയറിക്കോ, അണ്ണാ കയറിക്കോ.